ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നാമൊക്കെ വീട്ടിൽ വിളക്ക് തെളിയിക്കാറുണ്ട്. വിളക്ക് തെളിയിക്കുമ്പോൾ ഒരു കാര്യം ഒരല്പം ശ്രദ്ധിച്ചാൽ ആ വീട്ടിലേക്ക് വലിയ അളവിൽ സമ്പത്തും പണവും ഐശ്വര്യവും ഒക്കെ ഒഴുകി വരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. ആര് പറഞ്ഞാലും ഒന്ന് ചെയ്തു നോക്കിയാൽ തെറ്റില്ലല്ലോ. നമുക്കറിയാമല്ലോ എങ്ങനെ ആ മാറ്റം ഉണ്ടാകുമെന്ന്. ഒന്ന് ചെയ്തു നോക്കുക. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് എത്രയോ ആളുകളുടെ ജീവിതം മാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ പുത്തൻകാവ് അമ്പലത്തിൽ, എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ അമ്പലത്തിൽ ഭദ്രകാളിയമ്മയെ പോയി കണ്ടു തൊഴും. അപ്പോൾ അമ്മയുടെ നടയ്ക്ക് നിൽക്കുമ്പോൾ ഒരാൾ എന്നെ കണ്ട് പറഞ്ഞു, അമ്മയുടെ മുന്നിൽ വെച്ചാണ് പറയുന്നത്, ഞാൻ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം ചെയ്ത്, ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, സ്ഥലവും വീടും വിൽക്കാൻ വേണ്ടി പുത്തൻകാവിലമ്മയ്ക്ക് ഒരു വഴിപാട് ചെയ്യുന്നു, ആറുനാഴി പായസത്തെക്കുറിച്ച് അനേകം വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട്. അപ്പം അത് കേട്ട് ഞാൻ ആ പറഞ്ഞ രീതിയിൽ ചെയ്ത് 1 ഏക്കറിന് മേൽ സ്ഥലം വിറ്റുപോയി. ആ ഒരു സന്തോഷം അമ്മയുടെ മുന്നിൽ വെച്ച് എന്നോട് പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ എല്ലാം അമ്മയുടെ ശക്തി, അമ്മയുടെ മഹത്വം. ഞാൻ ഒരു വഴി പറഞ്ഞു കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ അമ്മയുടെ മഹത്വമാണല്ലോ. അപ്പോൾ അമ്മയുടെ മഹത്വം ഇവിടെ ഒന്ന് സ്മരിച്ചതേ ഉള്ളൂ. അതിന് ഞാനും ഒരു കാരണക്കാരനാണ്. എൻ്റെ നാവിൽ നിന്ന് വന്ന ഒരു കാര്യമാണ്, അത് വഴി കാണിച്ചു തന്നതേ ഉള്ളൂ. പക്ഷേ അമ്മയുടെ ശക്തിയാണത്. അപ്പോൾ അമ്മയ്ക്ക് കൂടി പ്രണാമം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞ അപ്പോൾ ഒരു ആറുനാഴി പായസത്തിന് എത്ര രൂപ ആകും? നേരത്തെ 400 ആയിരുന്നു, ഇപ്പോൾ ഏതാണ്ട് 600 രൂപയാണ്. അപ്പോൾ എത്ര വലിയ കാര്യങ്ങൾ ആളുകൾ സാധിക്കുന്നത്. 1 ഏക്കറിന് മേൽ സ്ഥലം വിറ്റുപോയി. അപ്പം അവർക്ക് അതുപോലെ ബുദ്ധിമുട്ടുകൾ കാണും. അപ്പോൾ പല കാര്യങ്ങൾ ചെയ്തിട്ട് നടക്കാത്തത് അമ്മയ്ക്ക് ഇങ്ങനെയുള്ള കാര്യം ചെയ്ത് കാര്യങ്ങൾ നടക്കുന്നു. അത് ഞാൻ ഈ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ എത്രയോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് എത്രയോ ആളുകൾ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നേടിയിരിക്കുന്നു. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അതേ രീതിയിലാണ്. അപ്പോൾ ഈ വിളക്ക് തെളിയിക്കുമ്പോൾ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, അല്പം ശ്രദ്ധിച്ചാൽ, നിങ്ങളുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി, സമ്പത്ത്, പണം, ഐശ്വര്യം ഒക്കെ ഒഴുകുമെന്ന് പറഞ്ഞാൽ അത് ഒഴുകുക തന്നെ ചെയ്യും. സമ്പത്തും ഐശ്വര്യമൊക്കെ ഒഴുകും. നിങ്ങളതൊന്ന് ചെയ്തു നോക്കുക. ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കണം. അറ്റവും വല്ലതും കണ്ടിട്ട് ചെയ്യരുത്. ഞാനെന്നല്ല ആര് പറഞ്ഞാലും അതിനകത്ത് കാര്യമുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. അപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ്. അതിന് മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. വാട്സപ്പ് ആണ് വെച്ചിരിക്കുന്നത്. ആ വാട്സപ്പിൽ നിങ്ങൾക്ക് ഞാൻ ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ അത് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അത്രയും കാര്യങ്ങളാണ്. അതിൻ്റെ പുറകിലുള്ള രഹസ്യം, അതിൻ്റെ ഇതുൾപ്പെടെയാണ് പറയുന്നത്. ആ ഇന്ന രീതിയിൽ ചെയ്യണം, അതുൾപ്പെടെയാണ് പറയുന്നത്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ചു ചില കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവൻ, ദേവത, ക്ഷേത്രത്തിൽ പോകേണ്ട സമയം, പോകേണ്ട ഓരോ ഗ്രഹനില അനുസരിച്ച് ഏത് ദിവസം പോകണം, എന്തു ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, പിന്നെ ഏത് മന്ത്രം ജപിക്കണം, അതിൻ്റെ പുറകിലുള്ള രഹസ്യം, പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, അതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വിളിക്കേണ്ട ദേവത, പിന്നെ ശരനൂൽ രഹസ്യം. ഞാൻ പറയുന്ന ശരനൂൽ രഹസ്യം വേറെ ആരും പറഞ്ഞു തരത്തില്ല, കാരണം ഞാനൊരു ശിവയോഗിയാണ്. അപ്പം അങ്ങനെയുള്ള ചില എല്ലാ ശരനൂൽ രഹസ്യം എന്ന് പറഞ്ഞാൽ ശിവവിദ്യ, ശാസ്ത്രവിദ്യ, ഏതൊരു ആൾക്കും ചെയ്യാവുന്ന ലളിതമായ, അവിടെ ശാസ്ത്രം എടുത്തു പിടിക്കുന്ന പരിപാടിയൊന്നുമല്ല. ജസ്റ്റ് ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടും ഇടതുകാലം മുന്നോട്ട് വെച്ച് അല്ലെങ്കിൽ വലതുകാലം മുന്നോട്ട് വെച്ച് ആ ഒരു ശരനൂൽ അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ലളിതമായ കാര്യങ്ങളാണ് പറയത്തുള്ളൂ. അപ്പം അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. വീണ്ടും പറയുന്നു, ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. മറ്റൊന്നും കൊണ്ടല്ല, വാട്സപ്പിലെ വർക്ക് പോലും സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്.
ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. ആ നിലയിൽ ആ സാഹചര്യം പറയുന്നതേ ഉള്ളൂ. ഇതെല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടും 10-20 മിനിറ്റ് ഇടവിട്ട് 103 മിസ് കോളുകളായിരിക്കും വരുന്നത്. പക്ഷേ എനിക്കെടുക്കാൻ പറ്റത്തില്ല. ഞാൻ സത്യസന്ധമായ സാഹചര്യം പറയുന്നുണ്ട്, എന്നിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒരാളൊരു സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കുക, വാട്സപ്പിലിടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. നമ്മൾ ആ ശിവനിൽ ഓരോ ശാസ്ത്രത്തിലും ശിവവിദ്യ എന്ന ആളാണ്. അപ്പം ഗുരുത്വം കളയരുത്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കുക. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വാട്സപ്പിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ഇട്ടാൽ മതി. അത് ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് അല്ലാതെ ഫോൺ വിളിച്ചാൽ എടുത്താലോ സംസാരിച്ചാലോ ഒന്നും എൻ്റെ വർക്കുകൾ നടക്കത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. വാട്സപ്പിൽ ഇടുക. അത് ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക്, എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അന്നലെ പറഞ്ഞാണ്. ഇനിയും വിഷയത്തിലേക്ക് വരാം. അപ്പോഴേ നാം ഒക്കെ വീട്ടിൽ വിളക്ക് തെളിയിക്കാറുണ്ട് അല്ലേ? അപ്പോൾ വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ വിളക്ക് തെളിയിക്കുന്നു എന്തിനു വേണ്ടിയാണ്? ഐശ്വര്യത്തിന് വേണ്ടി. വിളക്കിൻ്റെ മുന്നിൽ തട്ടം വെക്കുന്നു, അതിൽ നമ്മൾ പുഷ്പങ്ങൾ വയ്ക്കുന്നു, ഐശ്വര്യത്തിന് വേണ്ടിയാണ്. വിളക്കിൻ്റെ മുന്നിൽ കർപ്പൂരം കത്തിക്കുന്നു, ഐശ്വര്യത്തിന് വേണ്ടിയാണ്. വിളക്കിൻ്റെ മുന്നിൽ കിണ്ടി നമ്മൾ വെള്ളം വെക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ആർക്കും അധികം അറിയില്ല. എന്തിനാണ് വിളക്കിൻ്റെ മുന്നിൽ കിണ്ടിയിൽ വെള്ളം വയ്ക്കുന്നത്? അത് രാവിലെയും വൈകിട്ടും വെള്ളം നിറയ്ക്കണമോ? എങ്ങനെയാണ് വെള്ളം നിറയ്ക്കേണ്ടത്? ഈ രഹസ്യങ്ങളൊന്നും അധികം ആളുകൾക്ക് അറിയില്ല. നമുക്ക് ബാക്കിയുള്ളതൊക്കെ പലതും അറിയാം. ഈ ഒരു കാര്യം തന്നെ, കിണ്ടിയിൽ എന്തിനാണ് വെള്ളം വയ്ക്കുന്നത്, എപ്പോഴാണ് വെള്ളം വയ്ക്കുന്നത്, വെള്ളം നിറയ്ക്കുന്നത് എങ്ങനെയാണ്, എപ്പോഴൊക്കെ വെള്ളം മാറണം, ഈ ഒരു കാര്യം തന്നെ മനസ്സിലാക്കിയാൽ തന്നെ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. അതെങ്ങനെയാണ്? കിണ്ടിയിലെ വെള്ളത്തിൻ്റെ കാര്യം മനസ്സിലായാൽ വീട്ടിലേക്ക് ഐശ്വര്യം വരുന്നത്. ജലം നമ്മൾ പൂജയ്ക്ക് എടുക്കാറുണ്ട്. അതുപോലെ ജലാംശത്തോടുകൂടി ചെയ്യുന്ന പ്രാർത്ഥനകൾ പെട്ടെന്ന് ഫലം കാണാറുണ്ട്. കുളിച്ചീറനോടെ വഴിപാടുകൾ നേരുന്ന പെട്ടെന്ന് ഫലം കാണും. അപ്പോൾ ഈ ജലത്തിന് ഈ ഐശ്വര്യത്തെ, ഈശ്വരീയത നമ്മളിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ സാധിക്കും. കുളിച്ചീറനോടെ ഭദ്രകാളിക്ക് വഴിപാട് നേർന്നവരായി 1 ഏക്കറിന് മേൽ സ്ഥലം വിറ്റത് ഞാൻ പറഞ്ഞു. കുളിച്ചീറനോടെ നേരണം. അപ്പം അതുപോലെ എത്രയോ ആളുകൾ എത്രയോ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കുളിച്ചീറനോടെയുള്ള പ്രാർത്ഥനകൾക്ക് ഒരുപാട് ഫലമുണ്ട്. അപ്പോൾ ഈ ജലത്തിന് നമ്മളിലേക്ക് ഐശ്വര്യത്തെ കൊണ്ടുവരാനുള്ള, അല്ലെ ഈശ്വരാധീനത്തെ, ആ ഈശ്വര്യമായ ഒരു അനുഗ്രഹത്തെ, ശക്തിയെ കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഐശ്വര്യത്തിന് വേണ്ടി തന്നെയാണ് വിളക്ക് തെളിയിക്കുന്നതിൻ്റെ മുന്നിൽ കിണ്ടിക്കകത്ത് ജലം വയ്ക്കുന്നത്. ഓട്ടുകിണ്ടി തന്നെ വേണം. അപ്പം ജലം വയ്ക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ജലം രാവിലെയും വൈകിട്ടും നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പേ 2 നേരവും കിണ്ടിയിൽ പുതിയ ജലം നിറയ്ക്കണം, പഴയത് കളഞ്ഞിട്ട്. ഈ ജലം നിറയ്ക്കുമ്പോൾ നിങ്ങൾ രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കിണ്ടിക്കകത്ത് വെള്ളം നിറയ്ക്കുക. വൈകിട്ടാണ് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് കിണ്ടിക്കകത്ത് വെള്ളം നിറയ്ക്കുക. അപ്പോൾ ഈ ജലം നിറയ്ക്കുന്ന പതുക്കെ നിറയ്ക്കാവുള്ളൂ. നിറയ്ക്കുമ്പോൾ ഞാനീ പറയുന്ന മന്ത്രം 4 മന്ത്രം ജപിക്കണം. അതിൻ്റെ അകത്ത് കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ പതുക്കെ നിറച്ചാൽ മതി. ആ മുഴുവൻ കിണ്ടിയിലെ വെള്ളം നിറഞ്ഞു തീരുമ്പോഴത്തേക്കും 4 മന്ത്രവും ജപിച്ചിരിക്കണം. കൊണ്ട് ഓരോ തവണ വീതം ജപിച്ചാൽ മതി. അതിൽ ആദ്യം ജപിക്കുന്നത് ഓം നമോ നാരായണായയാണ്. ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്, ഓം നമോ നാരായണായ. അതിൻ്റെ രഹസ്യം ഞാൻ പറയുന്നുണ്ട്, അതുകൂടെ കണ്ടിട്ടേ ചെയ്യാവുള്ളൂ. ഈ ഓം നമോ നാരായണായ ആദ്യം ജപിക്കുന്നതിനകത്ത് കാര്യമുണ്ട്. അതിനെക്കുറിച്ച് അല്പം പറയാനുണ്ട്. ഞാനിത് മുഴുവൻ പറഞ്ഞുതരാം. അതുകൂടെ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ, എന്നാലേ അത് ഫലം കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം ഓം നമോ നാരായണായ കൊണ്ടാണ് ജപിക്കുന്നത്, മനസ്സിലല്ല. ഓം നമോ നാരായണായ ജപിക്കുന്നു. പിന്നെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഒരു തവണ ജപിക്കുന്നു. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഹ്രീം എന്നുള്ള ഹായ കാ ഉച്ചരിക്കരുത് കേട്ടോ. അതൊരു തവണ. ഓം കൃഷ്ണായ നമ ഒരു തവണ. ഈ 4 മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പതുക്കെ കിണ്ടിയിൽ വെള്ളം നിറയ്ക്കുക. ഇത് രാവിലെ നിറയ്ക്കണം, വൈകിട്ടും നിറയ്ക്കണം, 2 നേരവും ചെയ്യണം. ഇങ്ങനെ മന്ത്രം ജപിച്ച കിണ്ടിയിൽ വെള്ളം നിറച്ച് വിട്ട് വേണം നിങ്ങൾ ആ വിളക്കിൻ്റെ മുന്നിൽ വയ്ക്കാൻ.
അപ്പോൾ എന്തുകൊണ്ടാണ് ഓം നമോ നാരായണായ ആദ്യം ജപിക്കണമെന്ന് പറഞ്ഞത്? അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്. ഓം നമോ നാരായണായ എന്ന മന്ത്രം ഇത് നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ, എന്നാലേ അത് ബലം ഉണ്ടാകത്തുള്ളൂ. ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുമ്പോൾ നമ്മളുടെ അഹംബോധം ഇല്ലാതാവും. അഹംബോധം എന്ന് വെച്ചാൽ ഞാനെന്നുള്ള ആ ഒരു അഹംബോധം. ഇപ്പം ഞാൻ വലിയ ആളാണ്, അല്ലെ എനിക്ക് അതുണ്ട്, എനിക്കിതുണ്ട്, എനിക്ക് അഹങ്കാരം, പല അഹങ്കാരങ്ങളെ, അഭിമാനങ്ങളെ, ഭയം, ദേഷ്യം, വിഷമം എന്ന് വേണ്ട, ഇതെല്ലാം ഞാനെന്നുള്ള ഒരു അഹംബോധത്തിനകത്താണ്. ഞാനെന്നുള്ള ആ അഹംബോധങ്ങളെല്ലാം ഇല്ലാതാവും. ആ അഹംഭാവം അല്ലെങ്കിൽ അഹംബോധം, ഞാനെന്നുള്ള ഒരു ഭാവം, അഹം എന്നുള്ള ഒരു ഭാവം, ആ ഒരു ഞാനെന്നുള്ള, അതായത് എനിക്ക് അഹങ്കാരമുണ്ട്, എനിക്ക് അഭിമാനമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് ഭയമുണ്ട്, എനിക്ക് വിഷമമുണ്ട്, എനിക്ക് അസൂയയുണ്ട്. അപ്പോൾ എൻ്റെ ഈ എല്ലാ ഭാവങ്ങളും, എൻ്റെ ഉള്ളിലെ ഇതുപോലുള്ള എല്ലാ ഭാവങ്ങളും ഓം നമോ നാരായണ ജപിക്കുമ്പം ഇല്ലാതാകുന്നു. അപ്പോൾ അഹംഭാവം ഇല്ലാതാകുമ്പോൾ പിന്നെ ഉള്ളിലുണ്ടാകുന്നത് എന്താണ്? ഈശ്വരബോധം മാത്രമാണ്. ഞാനെന്നുള്ള അഹംഭാവം ഇല്ലാതാകുമ്പോൾ എൻ്റെ ഉള്ളിൽ പിന്നെ ഉണ്ടാകുന്നത് ഈശ്വരഭാവമാണ്, വേറൊരു ഭാവവുമില്ല. അങ്ങനെ ആ ഈശ്വരഭാവം ഉണ്ടാകാൻ വേണ്ടിയാണ് ഓം നമോ നാരായണായ ജപിച്ച് കിണ്ടിയിൽ ജലം നിറയ്ക്കുമ്പോൾ ആദ്യം ജപിക്കേണ്ടത് ഓം നമോ നാരായണായാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്പർ 2, ഓം നമോ നാരായണായ ജപിക്കുമ്പോൾ പിതൃപ്രീതി അപ്പോഴേ കൈവരും. പിതൃപ്രീതി ഓം നമോ നാരായണായ ജപിക്കുമ്പോൾ അപ്പോഴേ കൈവരും. പിതൃപ്രീതി ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് നല്ല ജോലി, നല്ല വീട്, നല്ല സമ്പത്ത്, നല്ല മക്കളെ, പിന്നെ അതുപോലെ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഒക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ മക്കളുണ്ടാകും, ഇങ്ങോട്ട് വിളിച്ചാൽ നേരെ അങ്ങോട്ട് പോകും. പണം ഉണ്ടാകും, അത് അനുഭവിക്കാൻ പറ്റത്തില്ല, എപ്പോഴും ഓരോ പ്രശ്നങ്ങളായിരിക്കും. വീട്ടിലെപ്പോഴും കലഹം. ചിലർക്ക് ചിലപ്പോൾ സന്താനങ്ങൾ ഉണ്ടാകാൻ തടസ്സം, ചിലപ്പോൾ സന്താനങ്ങൾ ഉണ്ടായാൽ അതുകൊണ്ട് തന്നെ വിഷമം. അവരുടെ ഓരോ പ്രശ്നങ്ങൾ, അവരെക്കൊണ്ട് പ്രശ്നങ്ങൾ, അവരുടെ കാര്യം ഓർത്ത് പ്രശ്നങ്ങൾ, വീട്ടിലെപ്പോഴും ദാരിദ്ര്യം, കലഹം. ഇതൊക്കെ പിതൃപ്രീതി ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. എത്ര ജോലി ചെയ്താലും എത്ര ഉയർച്ച ഉണ്ടാകാൻ തടസ്സം. പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ ഇതൊക്കെ മാറി ആ കുടുംബം രക്ഷപ്പെടും. ആ കുടുംബത്തിലേക്ക് സമ്പത്ത് വരും, ഐശ്വര്യം വരും, മക്കൾ നന്നായിട്ട് വരും, ഭാര്യ ഭർത്താവ് എല്ലാം നല്ല രീതിയിലുള്ള ഒരു സ്വഭാവം, സമ്പത്ത്, ഐശ്വര്യം ഒക്കെ ആയി വരും. 1000 ഹോമങ്ങൾ കൊണ്ട് നടക്കാത്ത കാര്യം പിതൃപ്രീതി ഉണ്ടായാൽ നടക്കുമെന്നുള്ളതാണ് എത്രയോ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യം. അപ്പം പിതൃപ്രീതിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓം നമോ നാരായണായ ജപിക്കുമ്പോൾ പിതൃപ്രീതി ഉണ്ട്. ആദ്യം നമ്പർ 1 അഹംഭാവം ഇല്ലാതാകും, അപ്പോഴേ നമ്മളിൽ ഈശ്വരീയത ഉണ്ടായി തുടങ്ങി. നമ്പർ 2 പിതൃപ്രീതി ഉണ്ടായി വരും. നമ്പർ 3 ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാൽ അഷ്ടാക്ഷരമാണ്, 8 അക്ഷരങ്ങളാണ് വരുന്നത്. ഓം ന മോ ന രാ യ ന യ 8 അക്ഷരം വരുന്നുണ്ട്. ഓം നമോ നാരായണായ 8 അക്ഷരം. ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്, അവിടെ കണക്ക് തെറ്റും. ഓം ന മോ ന രാ യ ന യ, കണ്ടോ? 8 അക്ഷരമാണ് വരുന്നത്. ഈ 8 അക്ഷരങ്ങൾ നമ്മുടെ അഷ്ടപ്രകൃതികളെ നിയന്ത്രിക്കുന്നത്. അഷ്ടപ്രകൃതികൾ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഉള്ളിൽ പഞ്ചഭൂതങ്ങളുണ്ട്. നമ്മുടെ എല്ലാം ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. നമ്മുടെ ഉള്ളിൽ ജലാംശമുണ്ട്, നമ്മുടെ ഉള്ളിൽ അഗ്നിയുടെ അംശമുണ്ട്. നമ്മുടെ ശരീരം ചൂടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വായുവുണ്ട്, നമ്മുടെ ഉള്ളിൽ ആ സ്പേസ് ഉണ്ട്, ആകാശമുണ്ട്, ആ ഒരു ശൂന്യതയുണ്ട്. നമ്മുടെ ഉള്ളിൽ അസ്ഥി, അതൊക്കെ ഭൂമി തത്വത്തെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ പഞ്ചഭൂതങ്ങളെയും പിന്നെ മനസ്സ്, ബുദ്ധി, ചിന്ത, ഇങ്ങനെയുള്ള വികാരങ്ങളെയും ഇങ്ങനെ 8 പ്രകൃതികളെ ഓം നമോ നാരായണായ ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഓം നമോ നാരായണായ ജപിക്കുമ്പോൾ നമ്മുടെ സകലവിധ പാപങ്ങളും തീരുന്നു, സകലവിധ തടസ്സങ്ങളും തീരുന്നു, നമുക്ക് സാമ്പത്തികമായ എല്ലാ തടസ്സങ്ങളും മാറുന്നു, നമ്മളിലേക്ക് ഐശ്വര്യം ഒഴുകുന്നു. അങ്ങനെയുള്ളൊരു അത്ഭുത മന്ത്രമാണ് ഓം നമോ നാരായണായ. നമ്പർ 4 ഓം നമോ നാരായണയ്ക്കകത്ത് 8 അക്ഷരത്തിനകത്ത് ഒരുപാട് രഹസ്യമുണ്ട്. 8 അക്ഷരം. ഈ 8 അക്ഷരത്തിന് ജീവിതം മാറ്റാൻ പറ്റും. 8 എഴുത്തുകൊണ്ട് ജീവിതം മാറ്റാൻ പറ്റും.
അതൊരു രഹസ്യമാണ്. അപ്പോൾ ഈ ഓം നമോ നാരായണയിലെ കാര്യം മാത്രം ഞാനിപ്പം പറഞ്ഞുതരാം. ഈ ഓം നമോ നാരായണയ്ക്കകത്ത് 8 അക്ഷരം വരുന്നത് ഓം ചേർത്താണ്. നമ്മൾ മറ്റു പല മന്ത്രങ്ങൾക്കും മന്ത്രത്തിൻ്റെ കൂടെയാണ് ഓം ചേർക്കുന്നത്. പക്ഷെ ഓം നമോ നാരായണയ്ക്കകത്ത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് ഓം. ഓൾറെഡി അതിൻ്റെ അകത്ത് ഓം ഉണ്ട്. 8 അക്ഷരത്തിനകത്ത് ഓം ചേരുമ്പോഴാണ് ആ 8 അക്ഷരവും വരുന്നത്. അതിൻ്റെ അകത്ത് ഓം ഉണ്ട്. ഓമൂടെ കൂട്ടിയാണ് 8 അക്ഷരം വരുന്നത്. ഓം എന്ന് വെച്ചാൽ എന്താ? പരബ്രഹ്മം, ബ്രഹ്മമാണ്, ബ്രഹ്മചൈതന്യമാണ്. അങ്ങനെയുള്ള ഒരു അപാരമായ ഒരു ശക്തിയും കൂടെ ഈ മന്ത്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കിണ്ടിക്കകത്ത് ജലം നിറയ്ക്കുമ്പോൾ ഓം നമോ നാരായണായ എന്ന് ആദ്യം ജപിക്കുക. പിന്നെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ എന്ന് ജപിക്കുമ്പോൾ ദേവിയുടെ എല്ലാ ഭാവങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ദേവിയുടെ സകല അനുഗ്രഹങ്ങളും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമുക്ക് സകല പുരുഷാർത്ഥങ്ങളും അതിൻ്റെ അകത്ത് ദേവി നൽകും. വളരെ മഹാമന്ത്രമാണിത്. ഇത് അത്ഭുത ശക്തിയുള്ള ഒരു സ്തുതിയാണ്. പക്ഷെ മഹാമന്ത്രമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. അതിനുശേഷം നമ്മൾ ജപിക്കുന്നു ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഈ മന്ത്രത്തിന് ഒരുപാട് ശക്തിയുണ്ട്. ഇത് മഹാലക്ഷ്മിയുടെ ധനം നൽകുന്ന അത്ഭുത മന്ത്രമാണ്. ഈ മന്ത്രത്തിൻ്റെ അകത്ത് ഹ്രീം കഴിഞ്ഞ് ക്ലീം വരുന്നുണ്ട്. പെട്ടെന്നാണ് സമ്പത്തും ഐശ്വര്യം നമ്മളിലേക്ക് വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഇത് മൊത്തം ബീജമാണ്. ഇതിൻ്റെ അകത്ത് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ മൊത്തം ബീജങ്ങളാണ്. ഈ ബീജം എന്ന് വെച്ചാൽ ഒരു വിത്ത്. ഇപ്പോൾ ഒരു മാവ് വളരുന്നു. അതിൻ്റെ അകത്തെ ആ മാങ്ങാണ്ടി നമ്മൾ കുഴിച്ചിടുമ്പം അതിൽ നിന്ന് വലിയൊരു മരം ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മളൊരു മാങ്ങാണ്ടി കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കണം ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും വലിയൊരു മരം ഉണ്ടാകുന്നത്. അതാണ് വിത്തിൻ്റെ അല്ലെങ്കിൽ ബീജത്തിൻ്റെ രഹസ്യം. ഒരു ബീജത്തിനുള്ളിൽ എല്ലാമുണ്ട്. ഒരു ബീജം എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ബീജമന്ത്രം. ആ ബീജമന്ത്രം ഇപ്പം ഹ്രീം എന്നുള്ളത് ശക്തി ബീജം അല്ലെ ഭുവനേശ്വരി ബീജം, അതിനകത്ത് സർവ്വശക്തി ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ആ ക്ലീം എന്നുള്ള ബീജം അതിൻ്റെ അകത്ത് സർവ്വശക്തിയുമുണ്ട്. ഒരു ബീജം എന്ന് പറഞ്ഞാൽ വലിയ ഒരു 10 പേജുള്ള നമ്മൾ എഴുതിയിരിക്കുന്ന മന്ത്രങ്ങളെക്കാൾ ബീജത്തിന് ശക്തിയുണ്ട്. ഒരു ബീജത്തിനകത്ത് ഈ ശൈവസിദ്ധന്മാർ പലതും ചില ബീജങ്ങൾ മാത്രം പ്രാണായാമത്തിലൂടെ രേചകം, പൂരകം, കുംഭകം ഇത് 3 അതായത് വിടുക, എടുക്കുക, പിടിക്കുക ഇങ്ങനെ ചില ബീജങ്ങൾ ശ്വാസത്തിൽ ജപിച്ചാണ് അവർ പല സിദ്ധികളും നേടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ കാര്യങ്ങൾ അറിയാം. പക്ഷെ നിങ്ങൾക്കിപ്പോൾ അതിവിടെ പറയേണ്ട കാര്യമില്ല, അതുകൊണ്ട് പറയുന്നില്ല. ജസ്റ്റ് അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ബീജങ്ങൾ അതായത് അവർ വലിയ 10 പേജുള്ള മന്ത്രങ്ങളും അങ്ങനെയൊന്നുമല്ല. ഒരു ബീജമായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ 3 ബീജമായിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ ബീജങ്ങളിലൂടെയാണ് ശക്തിയെ ഉണർത്തുന്നത്. അപ്പം ബീജങ്ങൾ ജപിക്കുന്ന ബീജമന്ത്രങ്ങൾക്ക് വളരെ ശക്തിയുണ്ട്, ജീവിതം മാറ്റാൻ പറ്റും. ദാറ്റ്സ് ഓൾ. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഹ്രീം എന്നുള്ള ഹാ തന്നെ ജപിക്കണം, ഗാ ജപിക്കരുത് കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഓം കൃഷ്ണായ നമ അവസാനം പറയുക. ഓം കൃഷ്ണായ നമ എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും ഭാഗ്യം ഉദിക്കാനും തൊഴിൽ അഭിവൃദ്ധി നൽകാനും സർവ്വ ഐശ്വര്യങ്ങൾ നൽകാനും ശക്തിയുള്ള അത്ഭുത മന്ത്രം തന്നെയാണ്. അത് അങ്ങനെ തന്നെ ജപിക്കുക. അപ്പോൾ ഇത്രയും മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് വേണം കിണ്ടിയിലെ വെള്ളം നിറയ്ക്കാൻ. ഇത് രാവിലെയും വൈകിട്ട് നിറയ്ക്കണം. പിന്നെ ഇപ്പോൾ രാവിലെ നിറയ്ക്കുമ്പോൾ അതിലുള്ള വെള്ളം കളഞ്ഞിട്ട് വേണം നിറയ്ക്കാൻ. വൈകിട്ടും അതിലുള്ള വെള്ളം കളഞ്ഞിട്ട് വൈകിട്ടും സെപ്പറേറ്റ് നിറയ്ക്കുക. 2 നേരം കിണ്ടിയിൽ വിളക്ക് തെളിയിക്കുമ്പോൾ വെള്ളം നിറയ്ക്കണം. രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് നിറയ്ക്കുക, രാവിലെ പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിന്ന് നിറയ്ക്കുക. വെള്ളം നിറയ്ക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കോരി ഒഴിക്കരുത്. മന്ത്രം ജപിച്ചുകൊണ്ട് പതുക്കെ വേണം ഒഴിച്ചു നിറയ്ക്കാൻ. അപ്പോൾ ആ മന്ത്രശക്തി ആ ജലത്തിലുണ്ടാകും. നമ്മളുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചം തന്നെയാണ്. ശബ്ദതരംഗങ്ങൾ ഈ ജലത്തിൽ അതിനെ ഒരു അബ്സോർബ് ചെയ്ത് ആ മന്ത്രജലത്തിന് ശക്തിയുണ്ട്. അങ്ങനെ അത് വിളക്കിൻ്റെ മുന്നിൽ വെച്ച് നമ്മൾ അതിന് മുന്നിൽ പ്രാർത്ഥനകൾ ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പലപ്പോഴും ചൈതന്യവർദ്ധനവിന് വേണ്ടി കലശാഭിഷേകം നടത്താറുണ്ട്. മന്ത്രജലം തന്നെയാണ്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഈ അമ്പലത്തിൽ പോയി പുണ്യാഹം മേടിച്ച് വീട്ടിൽ കൊണ്ട് തെളിക്കാറുണ്ട്. അതും മന്ത്രജലം തന്നെയാണ്. പിന്നെ നമ്മൾ ജപിച്ച് വെള്ളം വീട് ശുദ്ധീകരിക്കാൻ ചിലപ്പോൾ തെളിക്കാറുണ്ട്. നമ്മൾ മന്ത്രം ജപിച്ചിട്ട് തെളിക്കാറുണ്ട്. അതും ആ മന്ത്രജലം തന്നെയാണ്. നമ്മൾ ഒരു കുളിച്ചീറനോടെ ഒരു ദേവി അല്ലെ ദേവനെ വിളിക്കുമ്പോൾ
ആ ദേവൻ്റെ അല്ലെ ദേവി, ആ നമ്മൾ ഈറനോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മളിലേക്ക് ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ അനുഗ്രഹം വരുന്നത്. അതാണ് കുളിച്ചീറനോടെ ചെയ്യുന്ന പ്രാർത്ഥനയുടെ രഹസ്യം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ജലം കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കെല്ലാം വിശേഷ ഫലമുണ്ട്. അപ്പം കിണ്ടിയിൽ വെള്ളം നിറച്ച് വെക്കുന്നത് വെറുതെ അല്ല. അത് നമുക്ക് പലപ്പോഴും നമ്മൾ കിണ്ടി വെള്ളം നിറച്ച് വെക്കുന്നു, അവിടെ ഇരിക്കുന്നു, പിറ്റേ ദിവസം ചിലപ്പോൾ രാവിലെ നിറച്ചെങ്കിലായി, അല്ലെങ്കിൽ ചിലപ്പോൾ ആ വെള്ളം തന്നെ അതുപോലെ വെക്കും. ഇതൊക്കെ ചിലപ്പം ചെയ്തു വരാം ചിലരെങ്കിലും. അപ്പം നമ്മളതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറുന്നത്. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ചെറിയൊരു കാര്യമാണ്, ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ഐശ്വര്യങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ്. ഭഗവാൻ നാരായണൻ ജഗത് സംരക്ഷകനാണ്. മാത്രമല്ല ഭഗവാൻ ജഗത്തിനെ, ലോകത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് 10 അവതാരങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നാരായണൻ്റെ മന്ത്രം വേണം ഈ ജലം നിറയ്ക്കുമ്പോൾ ആദ്യം ജപിക്കാൻ. അതുകൊണ്ട് ഒരുപാട്, എന്നിട്ട് ബാക്കിയുള്ള മന്ത്രങ്ങൾ ജപിക്കണം. അപ്പോൾ അത് ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങളുണ്ടാകും, ക്ലേശങ്ങളെ ഇല്ലാതാക്കും, നമ്മുടെ ജീവിതത്തിലേക്ക് മനസ്സമാധാനം, സന്തോഷം, ഐശ്വര്യം ഒക്കെ ഉണ്ടായി വരും. ഇനി ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ഒരു കുട്ടി, ആ കുട്ടി ഇച്ചിരി ദുസ്വഭാവം ഉണ്ട്, അല്ലെങ്കിൽ മോശം കൂട്ടുകെട്ടുകളിൽ പോയി, നിങ്ങൾ കുളിച്ചീറനോടെ ഓം നമോ നാരായണായ ആ കുട്ടിയെ ജപിച്ചൊന്ന്, ആ കുട്ടിയെ ചിന്തിച്ചൊന്ന് ജപിച്ച് നോക്കിക്കേ. കുളിച്ചീറനോടെ വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ കുളിമുറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് ആ കുട്ടിയെ ചിന്തിച്ചുകൊണ്ട് ഓം നമോ നാരായണായ വാ കൊണ്ട് ജപിക്കുക. എന്നിട്ട് പെട്ടെന്ന് തല കോർത്തുക, വലതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക. ഇത് നിത്യേന ചെയ്ത് നോക്കി ആ കുട്ടി നന്നാകും, ഒരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞ് അങ്ങനെ ചെയ്ത് ഒരുപാട്, അതൊരു കുട്ടി ആയിക്കോട്ടെ, ഇപ്പോൾ വീട്ടിലെ ഒരു ഭർത്താവ് മദ്യലഹരിയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഭർത്താവ് നന്നാകും. ഇനി ഭാര്യ പ്രശ്നക്കാരിയാണ്, എപ്പോഴും വഴക്കുണ്ടാക്കുന്നു, അവരുടെ സ്വഭാവം ശരിയാകും. ആരുടെ സ്വഭാവം ശരിയാകും? നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഓം നമോ നാരായണയുടെ ശക്തിയാണ്. ഒരു വ്യക്തിയെ ചിന്തിച്ച് പോലും, അതും കുളിച്ചീറനോടെ, അവിടെയും ജലാംശം വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ ചിന്തിച്ച് ജപിച്ചാൽ പോലും ആ വ്യക്തി പോലും മാറുന്നുണ്ട്. ആ മന്ത്രത്തിന് എന്നാ ശക്തിയായിരിക്കും. പിന്നെ ഓം നമോ നാരായണായ ഋഷീശ്വരന്മാർ ജപിച്ച ഒരു രീതിയുണ്ട്. ഓം എന്ന് ജപിക്കുമ്പോൾ പാദം മനസ്സിൽ കാണണം, നിങ്ങളുടെ തന്നെ കാൽപാദം നോക്കണ്ട, മനസ്സിൽ ചിന്തിച്ചാൽ മതി. നാ എന്ന് ജപിക്കുമ്പോൾ കാൽപാദം മുതൽ മുട്ട് വരെയുള്ള ഭാഗം മനസ്സിൽ സങ്കല്പിക്കണം, നിങ്ങളുടെ തന്നെ. മോ എന്ന് ജപിക്കുമ്പോൾ മുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗം മനസ്സിൽ സങ്കല്പിക്കണം. നാ എന്ന് ജപിക്കുമ്പോൾ അരക്കെട്ട് മുതൽ നെഞ്ചിൻ്റെ താഴെ വരെയുള്ള ഭാഗം സങ്കല്പിക്കണം. രാ എന്ന് ജപിക്കുമ്പോൾ നെഞ്ചിൻ്റെ അവിടം മുതൽ കഴുത്തിൻ്റെ അവിടം വരെയുള്ള ഭാഗം സങ്കല്പിക്കണം. യാ എന്ന് ജപിക്കുമ്പോൾ തൊണ്ട ഭാഗം സങ്കല്പിക്കുക, കഴുത്ത്. മുഖം സങ്കല്പിച്ച് നാ എന്ന് ജപിക്കുക, ഉച്ചി സങ്കല്പിച്ച് യാ എന്ന് ജപിക്കുക. ഇങ്ങനെ കുളി കഴിഞ്ഞ് തല ഓർത്തി കഴിഞ്ഞ് കുളിമുറയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് ഓം നമോ നാരായണായ ഇങ്ങനെ ജപിച്ചാൽ ആ വ്യക്തിക്ക് നാരായണൻ്റെ അനുഗ്രഹം, സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും, സംരക്ഷണം ഉണ്ടായി വരും. മനസ്സിലാവുന്നുണ്ടോ? അപാരമായ അനുഗ്രഹം ഉണ്ടായി വരും. പിന്നെ ഓം 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 നമോ 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 നാരായണായ 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 ഇങ്ങനെ ജപിച്ചാലും അത്ഭുതകരമായ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വരും. ഇതെല്ലാം ഓം നമോ നാരായണായ കൊണ്ടുള്ള പല വിദ്യകളാണ്. ഇതിൽ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്താലും നല്ലതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ചെയ്യാം. എന്ത് ചെയ്താലും ഭഗവാനെ പൂർണ്ണ ഭക്തിയോടെ വിശ്വാസത്തോടെ ഒക്കെ ചെയ്യണം. ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. എല്ലാ വീട്ടിലും സമാധാനം ഉണ്ടാകും. എല്ലായിടത്തും സമ്പത്ത്, ഐശ്വര്യം, കുടുംബത്തിലെല്ലാവർക്കും അനുഗ്രഹങ്ങൾ എല്ലാം ഭഗവാന്റെ നാരായണൻ്റെ കൃപ ഉണ്ടായി വരും. ഇനിയും ഭഗവാൻ നാരായണനെ വിളിക്കുമ്പോൾ തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഉണ്ടായി വരും. മനസ്സിലാകുന്നുണ്ടോ? ഭഗവാന്റെ പാദത്തിലാണ് അനന്തശായിയായി ഭഗവാന്റെ കാൽപാദത്തിൻ്റെ അവിടെ മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ സ്ഥാനം, മഹാലക്ഷ്മി ആ പാദത്തിൽ, ഭഗവാന്റെ പാദത്തിൻ്റെ അവിടെ മഹാലക്ഷ്മി ഇരിക്കുന്നു. അതാണ് നമ്മളുടെ സങ്കല്പം. അപ്പം ഭഗവാൻ എവിടെ ഉണ്ടോ അവിടെ മഹാലക്ഷ്മി ഉണ്ട്. സമ്പത്തും ഐശ്വര്യമൊക്കെ പുറകെ പോരും. അതാണ് ഭഗവാന്റെ ഓം നമോ നാരായണായ ആദ്യം ജപിച്ചതിൻ്റെ രഹസ്യം. അത് കിണ്ടിയിൽ ജലം നിറയ്ക്കുമ്പോൾ ആദ്യം ജപിക്കണമെന്നാണ് പറഞ്ഞത്. വിളക്കിൻ്റെ മുന്നിൽ നിന്നുള്ളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന പോലുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കാം. അപ്പോൾ ഇത് എല്ലാവരുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എല്ലാവരും ജീവിതത്തിൽ രക്ഷപ്പെടട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരുടെയും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. എല്ലാവരുടെയും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ. എല്ലാവരും ഈശ്വരനെ അനുഭവിക്കട്ടെ. ചുമ്മാ ഇതിൻ്റെയും പുറകെ ഇവരുടെയും പുറകെയും കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും ഒന്നും പുറകെ നടന്നാൽ ഒന്നും ജീവിതത്തിൽ മാറ്റം വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളറിഞ്ഞ്
നിങ്ങളത് ശരിയായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയം അറിയാൻ പറ്റും നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം. അതിനെ മാത്രം അംഗീകരിക്കുക. അല്ലാതെ ചുമ്മാ ലോകം മുഴുവൻ നടന്നുകൊണ്ടോ അതും ഇതും എല്ലാം ചെയ്തുകൊണ്ടോ ഇവരുടെ പുറകെ നടന്നുകൊണ്ടോ അവനവൻ നന്നാകത്തില്ല, ഇവരൊക്കെ നന്നാകും. അവനവൻ നന്നാകണമെങ്കിൽ സത്യസന്ധമായ, നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന, നിങ്ങളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ അറിയണം ഫസ്റ്റ്. 2, ശരിയായിട്ട് മനസ്സിലാക്കണം. അവസാനം ശരിയായിട്ട് അത് ചെയ്യണം. നമ്പർ 4, അത് ആവർത്തിക്കണം. അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അല്ലാതെ ഇപ്പം വേറെ അവരെക്കുറിച്ചോ ഇവരെക്കുറിച്ചോ ഇവരെങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് അവനവൻ മാറാൻ പോകുന്നില്ല. അവനവന് വേണ്ട ഈശ്വരീയമായ കാര്യങ്ങൾ അറിയുമ്പോഴും ചെയ്യുമ്പോഴും ആവർത്തിക്കുമ്പോഴും മാത്രമേ അവനവൻ്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ കടന്നു വരികയുള്ളൂ. അപ്പം ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ പലപ്പോഴും ആളുകളിലേക്ക് എത്താറില്ല. ഈ വീഡിയോ തന്നെയാണേലും ചിലപ്പോൾ അധികം ആളുകൾ കണ്ടെന്ന് വരത്തില്ല. കാരണം ഇതിനകത്തെല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ്. ചുമ്മാ ഇല്ലാത്ത കുറേ കാര്യങ്ങളോ ആർക്കും ഗുണമില്ലാത്ത ചില കാര്യങ്ങളോ ഒക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലപ്പം കുറച്ചുകൂടി ആളുകൾ ചിലപ്പം കണ്ടെന്നിരിക്കും. സത്യസന്ധമായ ഈശ്വരീയമായ ജീവിതം മാറ്റിയിട്ടുള്ള നല്ല കാര്യങ്ങളാകുമ്പോൾ പലപ്പോഴും അത് ആളുകളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരത്തില്ല. കാരണം അതുകൊണ്ടാണല്ലോ എപ്പോഴും പ്രശ്നങ്ങളായിട്ട് വീണ്ടും വീണ്ടും മനുഷ്യൻ ഇങ്ങനെ അലയുന്നതിൻ്റെ കാര്യം. ശരിയായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ അവൻ്റെ ജീവിതം അപ്പോഴേ മാറും. അത് അറിയുന്നവരുടെ ജീവിതമായിട്ട് മാറുന്നുമുണ്ട്. അത് അറിയാത്തടത്തോളം കാലം ഇവരുടെയൊക്കെ പുറകെ നടന്ന് ജീവിതം കളഞ്ഞ്, സമയം കളഞ്ഞ്, പണം കളഞ്ഞ് ഒക്കെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കും. അലച്ചിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള സത്യസന്ധമായ സനാതനമായ, അത് ഞാനെന്നല്ല ആര് പറഞ്ഞാലും നല്ല കാര്യങ്ങൾ